റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാസർഗോഡ് MDMA കേസിൽ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘം. പ്രതികളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പണം അയച്ചു എന്നാണ് കണ്ടെത്തൽ. ബംഗളൂരുവിലുള്ള റിയ എന്ന യുവതിയുടെ 2 അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചത്. 2 മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് നടന്നത്. മുഹമ്മദ് ഹുസൈൻ, സൈനുൽ ആബിദ്, അബ്ദുൽ സലാം എന്നിവരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് പണം അയച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. പരാതികൾ നൈജീരിയൻ സംഘത്തിൽ നിന്ന് MDMA വാങ്ങുമ്പോൾ കൂടെ റിയ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, വെരി ഗുഡ് മോർണിംഗ്. ചിങ്ങപ്പുലരിയാണ്. ഓണത്തിൻ്റെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് പല ആളുകളും ലഹരി മരുന്ന് കച്ചവടം ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ 49 ലക്ഷം രൂപയുടെ ഇടപാടെന്നൊക്കെ പറയുന്നത് ഈ ഓണക്കാലത്തെ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അല്ലേ? 2 മാസം കൊണ്ട് മാത്രം 48 ലക്ഷമെങ്കിൽ ഇവരിനി ഈ ഒരൊറ്റ വർഷം കൊണ്ട് എത്ര കോടിയുടെ ബിസിനസ് ചെയ്തിരുന്ന മനുഷ്യരാണ്? എത്ര കോടിയുടെ ബിസിനസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവും? എന്തായിരുന്നു ഇവരുടെ പ്ലാൻ? വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതല്ലേ അരുൺ പൂപ്പറമ്പ? തീർച്ചയായും അരുൺകുമാർ, ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഈ പ്രതികളുടെ ബംഗളൂരു ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അവിടെ ബംഗളൂരു മടിവാളയിലുള്ള നൈജീരിയൻ സംഘത്തിൽ നിന്ന് ഇവർ MDMA വാങ്ങിയതായിട്ടുള്ള വിവരമാണ് നേരത്തെ പുറത്തു വന്നത്. ആ ഘട്ടത്തിൽ ഇവരുടെ ലഹരിക്കടത്തിന് കൂട്ടാളിയായ ഒരു യുവതി കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പോലീസ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ബംഗളൂരുവിൽ താമസിക്കുന്ന റിയ എന്ന യുവതിയാണ് ഇവരുടെ ലഹരിക്കടത്തിലുള്ള കൂട്ടാളി. റിയയുടെ 2 ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി പണം അയച്ചിട്ടുണ്ട് എന്ന വിവരം, ഈ പ്രതികൾ പണം അയച്ചിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 2 മാസത്തിനിടെ 49 ലക്ഷം രൂപയാണ് ഇവർ അയച്ചിട്ടുള്ളത്. പ്രതികളായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ, ഈ സൈനുൽ ആബിദ്, അതോടൊപ്പം തന്നെ അബ്ദുൽ സലാം, ഈ 3 പേരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് റിയയുടെ 2 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പണം അയച്ചിട്ടുള്ളത്. എന്തായാലും ഈ പണം ഇവർക്ക് ഈ റിയയ്ക്ക് അയച്ചിട്ടുള്ളത് ഈ ലഹരി മരുന്ന് MDMA വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന കണ്ടെത്തലാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ റിയയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. എന്തായാലും ഈ പുറത്തു വരുന്ന വിവരമനുസരിച്ച് വലിയ തരത്തിലുള്ള ലഹരിക്കടത്താണ് ഇവർ നടത്തിയിട്ടുള്ളത്. 2 മാസത്തിനിടെ 49 ലക്ഷം എന്ന് പറയുമ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമുള്ളതാണ്. മറ്റേതെങ്കിലും അക്കൗണ്ടിൽ നിന്നുള്ള ഇടപാടുകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പണം മുടക്കിയിട്ടുള്ള ലഹരിക്കടത്തിന് ഇവർക്ക് എങ്ങനെ സാധിച്ചു, അതിന്റെ സാമ്പത്തിക സ്രോതസ് എങ്ങനെ ഉണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം വേണം. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ച്, ഇവരുടെ ഈ സ്വാധീനം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്വാധീനങ്ങളെല്ലാം ഇവർ ഈ പണം കണ്ടെത്തുന്നതിന് വേണ്ടി സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ അന്വേഷണം ആ നിലയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിൽ ഒരു പ്രതിസന്ധി കൂടി അന്വേഷണത്തിൽ വന്നിരിക്കുകയാണ്. ചന്ദേര CIക്കായിരുന്നു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. സംസ്ഥാനത്താകെ ഈ സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമായിരിക്കുകയാണ്. മറ്റ് SIമാർക്കാണ് SHO ചുമതല പുതിയ പരിഷ്കാരം ഉൾപ്പെടെ വന്നതോടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ചന്ദേര CA കണ്ണൂർ മട്ടന്നൂരിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ പ്രത്യേക സംഘത്തെയൊന്നും രൂപീകരിച്ചിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ അന്വേഷണം ഒരു പ്രതിസന്ധിയിലാണുള്ളത്. ഇതുവരെ ഈ പ്രതികളെ ഇത്രത്തോളം വിവരങ്ങൾ പുറത്തു വന്നിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന ഒരു വിശദീകരണമാണ് എന്തായാലും പോലീസ് നൽകുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം ഇതിൽ എന്തായാലും നടക്കണം. ആ തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമരുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വിവരവുമാണ്. നിലവിൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന CA കണ്ണൂർ മട്ടന്നൂരിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ കേസ് അന്വേഷണം ആർക്ക് കൊടുത്തു? ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട്, ഒരു SIT വെച്ചുകൊണ്ട് അന്വേഷിക്കേണ്ട കേസല്ലേ? ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ സ്വാധീനമുണ്ട് എന്ന് പ്രതികൾ അവകാശപ്പെടുന്ന കേസാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ ടീം VD സതീശൻ എന്ന പേജ് മാനേജ് ചെയ്തിരുന്നത് തങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. പ്രതിപക്ഷ നേതാവുമായിട്ടും മുഖ്യമന്ത്രിയായിട്ടുമുള്ള VD സതീശൻ്റെ ഒപ്പം നിൽക്കുന്ന പല ചിത്രങ്ങളും ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അത്ര പെട്ടെന്ന് രാഷ്ട്രീയ സ്വാധീനത്തെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ കഴിയില്ല. മാത്രമല്ല, മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ മുഹമ്മദ് ഹുസൈൻ അടക്കമുള്ളവരെ 3 തവണ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം പോലീസ് രക്ഷപ്പെട്ടത് തങ്ങൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സ്വാധീനമുള്ള പ്രതികളാണ്. അവർക്കെതിരെയുള്ള കേസ് ഇങ്ങനെ ദുർബലമായി പോകാൻ പാടില്ല. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 2 മാസത്തിനുള്ളിൽ 48-49 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് റിയ എന്ന ബാംഗ്ലൂരുകാരിയായ പെൺകുട്ടിയുമായി ഇവർ നടത്തിയിരിക്കുന്നത്. 2 മാസം കൊണ്ട് 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ.
അടുത്ത 6 മാസമാകുമ്പോഴേക്കും ഏകദേശം 1.5 കോടി രൂപ. അത് കഴിഞ്ഞാൽ അടുത്ത 6 മാസമാകുമ്പോഴേക്കും 1.5 കോടി. മൊത്തം 3 കോടി രൂപയുടെ കച്ചവടമാണ് ഈ 3 പേർ ചേർന്ന് നടത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മയക്കുമരുന്ന് ഇവർ നമ്മുടെ നാട്ടിലോട്ട് കയറ്റി അയക്കുന്നുണ്ടാവും. ഇത് പുറത്തുള്ള കാര്യം, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. ഓൺലൈൻ അല്ലാതെ പൈസ എത്ര കൈമാറിയിട്ടുണ്ടാവും. ഹവാല ഇടപാടുകളുടെ ഒരു റൂട്ട് കനാൽ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹവാല ഇടപാടുകളുടെ ഒരു ചാനലായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണത്തെ നയിക്കാൻ കണ്ണൂരിൽ ഈ പറയുന്ന കാലിക്കടവിൽ അവിടുത്തെ CA ഇപ്പോൾ മട്ടന്നൂരിലേക്ക് മാറ്റിയതുകൊണ്ട് നിലവിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനില്ല. അതുകൊണ്ട് ഈ അന്വേഷണം ആറിപ്പോകാൻ പാടില്ല, തെളിവുകൾ ദുർബലമാകാൻ പാടില്ല. ഈ മുഹമ്മദ് ഹുസൈൻ ആണെങ്കിലും ശരി, കൂടെയുള്ള 2 പ്രതികളാണെങ്കിലും ശരി, വലിയ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായേ മതിയാകൂ. റിപ്പോർട്ടർ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് 2 മാസത്തിനിടയിൽ 48 ലക്ഷം രൂപ. ഒന്നാലോചിച്ച് നോക്കൂ, ചെറിയ കഥയാണോ? അരുൺ പൂപ്പറമ്പയാണ് വിവരം നൽകിയത്.